ഫ്ലിൻറ്റ് മാക്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ 3 ആഴ്ച മുമ്പ് കൃത്യമായി പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് നടന്ന, അതായത് 9-ാം തീയതി തിരഞ്ഞെടുപ്പ് നടക്കുന്നു, 10-ാം തീയതി രാവിലെ നമ്മുടെ ഫ്ലിൻറ്റ് മാക്സ് സംഘത്തിന് ഒരു കവറിൽ എൻ്റെ ഒരു പ്രഡിക്ഷൻ, എങ്ങനെ സീറ്റ് നിലവാരം ഏത് രീതിയിൽ വരും, വോട്ടിംഗ് പെർസെൻറ്റേജ് എങ്ങനെ വരും എന്നുള്ള രീതിയിൽ ഒരു പ്രഡിക്ഷൻ ഞാൻ ഏൽപ്പിച്ചിരുന്നു ഒരു സീൽഡ് കവറിൽ. ഇന്നിപ്പോൾ ഇവിടെ വെച്ച് പൊട്ടിച്ചിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നത്. എൻ്റെ ആ പ്രഡിക്ഷനിൽ ഏകദേശം കൃത്യമായി വന്നു സീറ്റ് എണ്ണം. എൻ്റെ പ്രഡിക്ഷനിൽ ഞാൻ 94 മുതൽ 103 സീറ്റ് വരെ UDF-നും 35 മുതൽ 44 സീറ്റ് വരെ LDF-നും പിന്നെ 1 മുതൽ 3 വരെ സീറ്റ് NDA-ക്കും വരുമെന്നാണ് പറഞ്ഞിരുന്നത്. അത് 102 സീറ്റ് UDF-നും 35 സീറ്റ് LDF-നും എൻ്റെ പ്രതീക്ഷയിലെ ഏറ്റവും താഴ്ന്ന സീറ്റായ 35ആണ് LDF-ന് കിട്ടിയത്. 1 മുതൽ 3 വരെ എന്ന് ഞാൻ NDA-ൽ പറഞ്ഞിരുന്നത്, അല്ലെ മാക്സിമം ആയ 3 സീറ്റ് അവർ പിടിക്കുകയും ചെയ്തു. ഇത്തരം ഒരു കണക്കുകൂട്ടലിൽ ഞാൻ എത്തിച്ചേരുന്നതിന് കുറച്ച് കാരണങ്ങളുണ്ട്. ഞാൻ കുറേ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സംഘത്തോടൊപ്പം കേരളത്തിലെ കുറച്ച് ജില്ലകളിൽ സഞ്ചരിച്ചിരുന്നു. കുറേ ഉൾനാടൻ നിയോജക മണ്ഡലങ്ങളിലേക്കൊക്കെ സഞ്ചരിച്ചിരുന്നു. പൊതുവെ ആൾക്കാരിൽ കാണുന്ന ഒരു എന്താണ്, ഈ തെരഞ്ഞെടുപ്പിൽ അവർ എങ്ങനെ അവരുടെ വോട്ടവകാശം വിനിയോഗിക്കുമെന്നുള്ള ഒരു പൾസ് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കാര്യം നമ്മളിത് തികഞ്ഞ രാഷ്ട്രീയക്കാരോടോ അല്ലെങ്കിൽ അതിൽ ഓരോ സ്ഥാനാർത്ഥികളും പ്രവർത്തകരോടോ കണ്ട് സംസാരിച്ചതുകൊണ്ടോ ഒന്നും നമുക്ക് ശരിയായ ഒരു പിക്ചർ ഒരിക്കലും കിട്ടില്ല. അത് യഥാർത്ഥത്തിൽ അല്ലാതെ തന്നെ നമ്മളെ പിന്നെ ഇതിനോടൊപ്പം തന്നെ ഈ വാർത്തകളെല്ലാം ശ്രദ്ധിക്കുക എന്നുള്ള ഒരു കാര്യമുണ്ട്. അതായത് ചാനൽ വാർത്തകളായാലും മറ്റു ന്യൂസ് പേപ്പറുകളിൽ വരുന്ന വാർത്തകളും സോഷ്യൽ മീഡിയയിൽ വരുന്നതൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. ഇതൊക്കെ കൂടെ കണക്ക് കൂട്ടി നോക്കിയപ്പോൾ ഒരു UDF LDF തമ്മിലുള്ള ഒരു വ്യത്യാസം ഒരു കുറഞ്ഞത് ഒരു 6-7% വരും എന്നുള്ള ഒരു കാൽക്കുലേഷനിൽ ഞാനെത്തി. ഈ 6-7% കാൽക്കുലേഷനിൽ വന്നു കഴിഞ്ഞാൽ 90 സീറ്റുകളിൽ കൂടുതൽ UDF-ന് കിട്ടാൻ സാധിക്കുമെന്നും 45 സീറ്റിന് മേലെ LDF-ന് പോവുക എന്നുള്ളത് എളുപ്പമല്ല എന്ന് എനിക്ക് ഒരു കണക്കൂട്ടൽ തോന്നിയാണ്. ഇതിനിടയിൽ ഒരു സ്പോയിലർ ഈ റോളിൽ NDA ഉണ്ട് അവിടെ. അപ്പോൾ NDA-യുടെ സാധ്യതയെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തി വന്നപ്പോഴേക്ക് അവർക്ക് മാക്സിമം ഒരു 3 സീറ്റിൽ കൂടുതൽ പോകാനുള്ള സാധ്യതയില്ലാന്ന് ഒരു 15% മുതൽ ഒരു 16, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് 12% കിട്ടിയിരുന്നുള്ളൂ. എന്നാൽ 2016-ൽ NDA-യുടെ വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത് 15% അടുപ്പിച്ചായിരുന്നു. 14.96 എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ പക്ഷേ അതൊരു 15-ന് മേലെ ഒരു 17-17.5 വരെയൊക്കെ പോയേക്കാം. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ LDF-ന്റെ സാധ്യത മങ്ങും എന്ന് തന്നെയായിരുന്നു എൻ്റെ കണക്കുകൂട്ടൽ. അതുപോലെ സംഭവിച്ചിരിക്കുന്നു. പിന്നെ LDF-ന് ഇത്തവണ ഈ പരാജയം ഉണ്ടാകാനുള്ള പ്രധാന കാരണമായി എനിക്ക് തോന്നിയിരുന്നത്, അതിനിപ്പോൾ പല വിശകലനങ്ങളും പല ഭാഗത്തുനിന്നും വരാനുണ്ട്, പക്ഷേ അതിൽ ഏറ്റവും പ്രധാനം ഈ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മുഖം പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഞാൻ യാത്ര ചെയ്തെല്ലാം കണ്ടതാണ്. ഒരു സ്ട്രീറ്റിൽ തന്നെ നമ്മൾ വളരെ അന്തം വിട്ട് നോക്കിക്കേണ്ടി വന്നിട്ടുണ്ട്. വലിയ ഹോർഡിങ്സിൻ്റെ നേര. ഇത് ഒരു മുഖവും മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന് പറഞ്ഞ ഒരു ക്യാപ്ഷനും, അത് അവിടെ ആ ഓരോ ഹോർഡിങ് കാണുമ്പോൾ അത് മറ്റാരുണ്ട് പിണറായി അല്ലാതെ എന്ന രീതിയിലുള്ള ആ ഒരു മെസ്സേജാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നത്. ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് അത്തരം ഹോർഡിങ്സിൻ്റെ പ്രയോജനമല്ല, അത് നേരെ നെഗറ്റീവായിട്ട് ഭവിക്കൂ എന്ന് എനിക്ക് തോന്നിയിരുന്നു. അത് വളരെ കൃത്യമായി ഭവിച്ചു എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അത് സാധാരണ നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രത്യേകിച്ച് അഹങ്കാരം അല്ലെങ്കിൽ താൻപോരിമ ഇതിനൊന്നും ഒരിക്കലും അംഗീകരിക്കില്ല, അതിനെതിരെ പ്രതികരിക്കും. അതിപ്പോൾ ഈ ഒരു തിരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ അത് വോട്ടിലൂടെ തന്നെ പ്രതികരിക്കുമെന്നുള്ളത് എനിക്കറിയാമായിരുന്നു. അത് ഞാനൊരു വലിയൊരു കാരണമായി കണ്ടെത്തി. അതായത് ഈ LDF-ന്റെ വോട്ടിംഗ് പെർസെൻറ്റേജ് ഇത്രയും കുറയാൻ, അല്ലെങ്കിൽ സീറ്റുകളുടെ എണ്ണം കുറയാൻ എന്താണ് ആദ്യത്തെ കാരണം എന്നുള്ളത്. രണ്ടാമത്തെ കാരണം, അതിനു മുമ്പ് തന്നെ ഇവിടെ നമ്മുടെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് ശേഷം ഈ പിണറായി വിജയനും കൂട്ടരും എന്നേ ഞാൻ പറയുള്ളൂ. കാര്യം അതിൽ കുറച്ച് നേതാക്കൾ, ഒരു കൂട്ടരെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ചില നേതാക്കൾ, AK ബാലനെ പോലെയും സജി ചെറിയാനെ പോലെയൊക്കെയുള്ള നേതാക്കൾ നടത്തിയ യഥാർത്ഥ എന്താ പറയാൻ, ഈ മൈനോറിറ്റി വിരുദ്ധ പ്രസ്താവനകൾ, മൂവ്മെൻറ്റ്, അത് അങ്ങനെ ഒരു നടപടികൾ എടുക്കുക. അത്തരം അത് നമുക്കറിയാം. ശ്രീ PV അൻവർ പുറത്തിറങ്ങി വന്ന് പറഞ്ഞപ്പോൾ തന്നെ അറിയാമല്ലോ. ശ്രീ K അജിത് കുമാർ DGP അദ്ദേഹത്തിൻ്റെ RSS ബന്ധത്തെയൊക്കെ കുറിച്ച് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം പുറത്തു വന്നത്. അത് പറയുമ്പോഴേക്കും തന്നെ ആ K അജിത് കുമാറിനെതിരെ എന്തെങ്കിലും നടപടി എടുക്കുന്നതിന് പകരം അദ്ദേഹത്തെ കൂടുതൽ സംരക്ഷിക്കുന്ന ഒരു നിലപാട് ശ്രീ പിണറായി വിജയൻ എടുക്കുന്നു. ഇതിന് പിന്നാലെ നമ്മുടെ ഈ PM ശ്രീ കരാർ ഒപ്പിടുന്ന കാര്യത്തിൽ വന്നു. അത് വന്നത് ചിലപ്പോൾ സാമ്പത്തികമായ പ്രശ്നം കൊണ്ട് തന്നെ ആയിരിക്കാം. പക്ഷെ എന്നാൽ തന്നെയും അതായത് കേന്ദ്ര സഹായത്തിന് വേണ്ടി അത് ചെയ്യേണ്ടി വന്നു എന്നുള്ള ചിലപ്പോൾ ഒരു പ്രഷറിൽ ചെയ്തതാകാം. എന്നാൽ തന്നെയും അത്
ഈ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച് അവർക്ക് സംശയം ഉണ്ടാക്കുന്ന ഒരു തലത്തിലായിപ്പോയി. അതങ്ങനെ തന്നെ മാറിയിരുന്നു. അത് ഈ ന്യൂനപക്ഷങ്ങൾ അകറ്റിയിട്ടുണ്ട്. 26% വരുന്ന ന്യൂനപക്ഷ പോപ്പുലേഷനും, അതായത് മുസ്ലിം ന്യൂനപക്ഷ പോപ്പുലേഷൻ, പിന്നെ ഒരു 18% വരുന്ന ക്രിസ്ത്യൻ പോപ്പുലേഷനും, അവരൊക്കെയും തന്നെ ശരിക്കും ഇത് ഇടതുമുന്നണിക്ക് എതിരെ വോട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ ഉണ്ടാകും എന്നുള്ള ഒരു വിലയിരുത്തലൂടെ എൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അങ്ങനെ അത് ഇത്തരം കാര്യങ്ങളെല്ലാം കൂടി നോക്കുമ്പോൾ പിന്നെ ഇനിയുമുണ്ട് അതുപോലെ പറയാവുന്നത്. നമുക്ക് ഈ വികസന കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്ന ഒരവസ്ഥയായിരുന്നു LDF-ന്റെ ഭാഗത്തു നിന്ന് വന്നത്. എല്ലാ കാലത്തും മുമ്പ് UDF-ഉം അല്ലെങ്കിൽ NDA-യും വികസന കാര്യങ്ങളായിരുന്നു ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അവരെ ആശയങ്ങളിൽ നിന്നും മാറിയിട്ട് വികസനം എന്ന ഒരു ഒറ്റ മുദ്രാവാക്യവുമായി മുമ്പിൽ വരികയും ആ വികസന മുദ്രാവാക്യം മാത്രം മുന്നിൽ വെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ചെയ്തതാണ്. അപ്പോൾ അത്തരം ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്നും അവർക്ക് ശരിക്കും LDF-നെ സംബന്ധിച്ച് ശരിയായ ആശയപ്രകടനങ്ങളിലൂടെയാണ് എല്ലാ കാലത്തും തിരഞ്ഞെടുപ്പുകൾ വിജയിക്കുകയും മത്സരങ്ങളിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നത്. അതിൽ നിന്നും തെന്നിമാറി ഈ വികസന മുദ്രാവാക്യങ്ങളിലേക്ക് പോയി. അവിടെ എന്താ പറയുക, LDF-ന് കുറച്ചൊരു വീഴ്ച ഉണ്ടാവും അവിടെയും എന്നുള്ള ധാരണയിൽ ഇങ്ങനെ ഞാൻ എല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോഴേക്കും UDF-നും LDF-നും തമ്മിൽ ഒരു 7% വോട്ടിൻ്റെ വ്യത്യാസമെങ്കിലും വരുമെന്നുള്ള ഒരു കണക്കൂട്ടലിലെത്തുന്നു. ആ 7% വോട്ടിൻ്റെ കണക്കൂട്ടലിലാണ് ഞാൻ ഈ 93 സീറ്റ് UDF-ന് കിട്ടുമെന്നുള്ള രീതിയിൽ ഒരു പ്രവചനം നടത്തിയത്. അത് മാക്സിമം പോയാൽ അത് 104 സീറ്റ് വരെ ആകുമെന്നുള്ളതായിരുന്നു, 103 സീറ്റ് വരെ ആകുമെന്നായിരുന്നു എൻ്റെ പ്രവചനം. അത് മാക്സിമത്തിലേക്ക് എത്തി എന്ന് തന്നെയാണ്. 102 സീറ്റ് അവർ വിജയിക്കുന്ന ഒരവസ്ഥ വന്നു. NDA 1 മുതൽ 3 വരെ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അതിൽ 2 സീറ്റായിരിക്കാം. ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ പ്രതീക്ഷ 2 സീറ്റ് എന്നുള്ളതായിരുന്നു. അത് മാക്സിമം ചിലപ്പോൾ 3 ആകാമെന്ന് വിചാരിച്ചു. അത് അപ്രതീക്ഷിതമായി അത് ചാത്തന്നൂർ സംഭവിച്ചു. അങ്ങനെ അത് 3 സീറ്റാവുന്നു. LDF-നെ സംബന്ധിച്ച് എൻ്റെ കണക്കുകൂട്ടലിലെ ഏറ്റവും കുറഞ്ഞ ടാലി 35, അതിൽ തന്നെ വന്ന് നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു. അതിൽ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ കോന്നിയുടെ റിസൾട്ട് വരുന്നവരെ അതിൽ എനിക്ക് ചെറിയ ആശങ്കയുണ്ടായിരുന്നു. അത് 34 കുറയുമോ എന്ന്. പക്ഷേ അത് 35 എത്തി. എന്തുകൊണ്ടും ഇത്തരം കണക്കുകൂടൽ ഞാനിത് നേരത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ ഇതുപോലെ തന്നെയായിരുന്നു. എൻ്റെ സുഹൃത്ത് വലയത്തിനുള്ളിൽ ഞാനൊരു ഇതുപോലെ എല്ലായിടവും യാത്ര ചെയ്ത് ഇത് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഞാൻ 18 സീറ്റ് UDF-ന് വരുമെന്ന് ഒരു പ്രവചനം നടത്തിയത് അതുപോലെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലും അതുപോലെ തന്നെ സംഭവിച്ചു. എൻ്റെ കണക്കുകൂട്ടലും ഞാൻ എഴുതിയേൽപ്പിച്ച ആ പ്രവചനം തന്നെ സംഭവിച്ചു എന്നുള്ളതിൽ ഞാൻ 100% സന്തുഷ്ടനാണ്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വരുന്ന ഇത്തരം തിരഞ്ഞെടുപ്പുകളിലും ഞാൻ ഇതുപോലെ തന്നെയാണ് യാത്രകളിലും അതിൽ നിന്ന് മനസ്സിലാക്കലുകളും അതിലൂടെയുള്ള പ്രവചനങ്ങളും ആയിട്ട് മുമ്പോട്ട് പോകും.